ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഷൂറ അതിലെ 41, 42 വചനങ്ങൾ, 40, 41 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അള്ളാഹ് 42, 43 വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാനുള്ള നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒന്ന് നേരം ഒഴിയണേ. ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ലല്ല, അതല്ല, മറ്റേത് വേറൊന്നും വേണ്ട. ആയില്ല. ഓക്കെ. ഓക്കെ, ഞാൻ 42, 43 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 42, 43 ആയത്തുകളാണ്. ഞാനൊന്ന് പാരായണം ചെയ്യാം, എല്ലാവരും ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم ولمن صبر وغفر إن ذلك لمن عزم الأمور. ഒന്നും കൂടിയും ഓതാം. إنما السبيل على الذين يظلمون الناس ويبغون في الأرض بغير الحق أولئك لهم عذاب أليم ولمن صبر وغفر إن ذلك لمن عزم الأمور. ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇന്നമ അവിടെ നൂന് ഷദ്ദുണ്ട്. ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അവിടെ ലാ എന്നതിന്റെ പിന്നെ ഉച്ചാരണം നാവിന്റെ മുകളിൽ ഇതാ ഇങ്ങനെ കടിച്ചിട്ടല്ല, മറിച്ച് ദ ത എന്ന അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്ന സ്ഥലത്ത് തന്നെ ലാ എന്നതാണ് യദ്ലിമൂന. അവിടെ ലാ എന്നതിന് സുക്കൂന് വരുന്ന സമയത്ത് യദ്ലിമൂന എന്ന് പറയേണ്ട, യദ്ലിമൂന എന്നാണ് ഉച്ചരിക്കുക. അപ്പൊ ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ യബ്ഗൂന പറയരുത്, യബ് അവിടെ സുക്കൂനിനെ ക്ലിയർ ചെയ്ത് തന്നെ യബ് എന്ന് തന്നെ ഹർക്കത്ത് കൊടുത്ത് പറയണം. യബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. അവിടെ ഹഖിൽ നിർത്തും, അവിടെ ജീമ് കാണാം, അവിടെ ജായിസാണ്, വഖഫ് ചെയ്യൽ ജായിസാണ്. ബിഗൈരിൽ ഹഖ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹഖ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരാ, ബിഗൈരിൽ ഹഖ് എന്ന് തന്നെ പറയണം. കൽക്കലയുടെ ഹർഫാണ് ഖ. ശരി. ഉലൈക ലഹും അദാബുൻ അലീം. അവിടെ ഓതുന്ന സമയത്ത് നമുക്ക് പൊതുവെ ചില ആളുകൾക്ക് വരുന്ന ഒരു തെറ്റാണ് എന്ത്? ഉലൈക ലഹും. അവിടെ മീമിന് സുക്കൂനാണ്. യഥാർത്ഥത്തിൽ മീമിന്റെ സുക്കൂനിനെ ഇദ്ഹാർ ചെയ്തിട്ട് വേണം ഉച്ചരിക്കാൻ. ലഹും ഐന് വന്നിട്ടുണ്ടെങ്കിൽ ലഹും അവിടെ സുക്കൂനുള്ള മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം. പലപ്പോഴും അതെന്തായി പോകുന്നറിയോ? ലഹുമ്മ അവിടെ ശബ്ദമുള്ള ഒരു മീമായി ഐനിനെ നഷ്ടപ്പെട്ട് ഓതുന്ന ഒരവസ്ഥ വരും. എങ്ങനെ? ഉലൈക ലഹും അദാബുൻ. കണ്ടോ അവിടെ എന്താ വരുന്നത്? മീമിനുള്ള സുക്കൂന് പോയിട്ട് ഷദ്ദുള്ള ഒരു മീമാക്കി മാറ്റും, ഐന് അവിടെ നിന്ന് പോയി പോകും. അപ്പൊ അങ്ങനെ ഓതുന്ന ഒരു അവസ്ഥ വന്നു പോകും. അവിടെ അങ്ങനെ ഓതാൻ പാടില്ല, മറിച്ച് ഉലൈക ലഹും അവിടെ ചുണ്ട് കൂടുക. ലഹും അദാബുൻ അവിടെയും എന്താണ്? സുക്കൂനുള്ള നൂന് ഇൽഹാർ ചെയ്യണം. ബുൻ എന്ന് അവിടെ തെൻവീനിനെ സുക്കൂനുള്ള നൂനാണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ അദാബുന്ന കണ്ട അവിടെ തെറ്റായി ഓതും ചില ആളുകള്. അദാബുന്നലീം എന്നോതും. അപ്പോ എന്തായി? അവിടെയുള്ള ഹംസ നഷ്ടപ്പെട്ട് സുക്കൂനുള്ള ഷദ്ദുള്ള ഒരു നൂനായി അവിടെ വരും. ഇന്നലീം എന്ന് വരും. അദാബുന്നലീം കണ്ടോ? അത് തെറ്റാണ്. ഓതേണ്ടത് അദാബുൻ അലീം. അപ്പം ഉലൈക ലഹും അദാബുൻ അലീം. അടുത്തത് വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ
ഉമൂർ. അവിടെ സായി അതിന് സുക്കൂന് വരുമ്പോ എന്ന് പറയേണ്ട അസ്മിൽ എന്ന് ഉച്ചരിച്ചാൽ മതി. ഇന്ന ദാലിക ലമിൻ ലമിന്ന എന്ന് പറയരുത്. ലമിൻ നേരത്തെ പറഞ്ഞ സെയിം നിയമം തന്നെ. ലമിൻ അസ്മി. ഈ ഇനിയുള്ള ഒരു ചെറിയ വേറൊരു പശക് വരാനുള്ള ഒരു സാഹചര്യം അവിടെ. അസ്മിൽ ഉമൂർ ഹംസയാണ് ഉമൂർ. നമ്മള് ആ എന്നതിനെ ഒന്ന് നന്നാക്കി ഉച്ചരിക്കുമ്പോ എന്ന് പറയുമ്പോ എന്നായി പോകും. അസ്മിൽ ഉമൂർ അങ്ങനെ ഓതിപ്പോകും. അപ്പൊ അതും ശ്രദ്ധിക്കണം. ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ അങ്ങനെയാണ് ഓതേണ്ടത്. ശരി, ഇതാണ് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതായി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുള്ള 40ാമത്തെ ആയത്ത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അതെന്തായിരുന്നു? വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഒരു തിന്മക്കുള്ള പ്രതിഫലം അതുപോലുള്ള ഒരു തിന്മ തന്നെയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയും ആണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയിലാകുന്നു. തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അപ്പോ അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. രണ്ടിന് രണ്ട് പ്രതികാരം ചെയ്യുന്നതിനും സയ്യിഅത്ത് എന്ന് ഉപയോഗിച്ചു. പിന്നെ അഫാ വ അസ്ലഹ എന്ന ഭാഗങ്ങൾ നമ്മൾ പിന്നെ വിശദീകരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. 40ാമത്തെ ആയത്താണ്. ഇനി 41ാമത്തെ ആയത്ത് എന്താണ്? വലമൻ ഇൻതസറ ബഅദ ദുൽമിഹി ഫഉലൈക മാ അലൈഹിം മിൻ സബീൽ. താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല. അതായത് നമ്മൾ മനസ്സിലാക്കി, ഒരാൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹം അക്രമിയോട് പ്രതികാര നടപടി സ്വീകരിച്ചാൽ ആ പ്രതികാര നടപടി സ്വീകരിച്ചതിനെതിരെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അതിനെ തടയുവാനോ ഒന്നും പാടില്ല. അത് ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ അവകാശമാണ് അതിന് പ്രതികാര നടപടി സ്വീകരിക്കുക എന്നത്. അത് അള്ളാഹു ജായിസാക്കിയ കാര്യമാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഇന്നത്തത് അപ്പോ കഴിഞ്ഞതിന്റെ ഏറ്റവും ചുരുക്ക ഭാഗം ഇതാണ്. പ്രതികാരമാവാം അല്ലേ? ഒരാളെ ആക്രമിച്ചാൽ അതിന് പ്രതികാരം ചെയ്യാം, പക്ഷേ ക്ഷമയാണ് നല്ലത്. പക്ഷേ പ്രതികാരം ചെയ്യുകയാണെങ്കിൽ തന്നെ പകരത്തിന് പകരമായേ ചെയ്യാൻ പാടുള്ളൂ, അതിനോട് സമാനമായതേ ചെയ്യാൻ പാടുള്ളൂ. പ്രതികാരം ഒരിക്കലും അതിക്രമമായി പോകാൻ പാടില്ല. അതാണ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമൂൻ. അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നമ്മൾ അവസാനമായി പഠിച്ചതിന്റെ സാരാംശം. ശരി, ഇനി 42ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ് 42ാമത്തെ ആയത്ത്? ഇന്നമസ്സബീലു അലല്ലദീന യദ്ലിമൂന അന്നാസ വയബ്ഗൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ് ഉലൈക ലഹും അദാബുൻ അലീം. എന്താണ്? അള്ളാഹു പറയുകയാണ്, ജനങ്ങളോട് അനീതി കാണിക്കുകയും അന്യായമായി, അതായത് ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരെ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളത്. അതായത് ഈ ആയത്തിന്റെ ബാക്കിയാണ് എന്ത്? താൻ മർദ്ദിക്കപ്പെട്ടതിന് ശേഷം വല്ലവനും രക്ഷാ നടപടി സ്വീകരിക്കുന്ന പക്ഷം അത്തരക്കാർക്കെതിരിൽ കുറ്റം ചുമത്താൻ പാടില്ല. അക്രമിയോട് തിരിച്ച് അതിന് പ്രതികാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികാരം ചോദിച്ചതിന് ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല, അയാൾക്കെതിരിൽ കുറ്റം ചുമത്താൻ പാടില്ല. എന്നാൽ കുറ്റം ചുമത്താൻ അർഹതപ്പെട്ടത് ആരാണ്? യഥാർത്ഥത്തിൽ അവർ ആരാണ്?
ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരിൽ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത് ചെയ്യാൻ പാടില്ല. അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളത്. ഇതാണ് 42-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ വാക്കർത്ഥത്തിലേക്ക് പോകാം. നോക്കൂ, ഇന്നമസ്സബീൽ, സബീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച സെയിം വേർഡ് തന്നെയാണ്, മാർഗം എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ അസ്സബീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്രമം ചെയ്ത് അതിന് പ്രതികാരം ചെയ്യാനുള്ള മാർഗം, അല്ലെങ്കിൽ പ്രതികാര നടപടി സ്വീകരിക്കുവാനുള്ള മാർഗം. ആ മാർഗമുള്ളത് ആരുടെ മേലാണ്? അലല്ലദീന, ഒരാളുടെ മേലാകുന്നു. ആരാണവർ? അല്ലദീന, ഒരു കൂട്ടരാകുന്നു. അലല്ലദീന, ഒരു കൂട്ടരുടെ മേൽ പ്രതികാരം ചെയ്യണം. അവർ അക്രമികളാണ്. ആരാണവർ? യദ്ലിമൂനന്നാസ്, യദ്ലിമൂന, ളലമ യദ്ലിമു, യദ്ലിമു എന്നുള്ളത് ഇങ്ങനെ പോയാൽ യദ്ലിമു, യദ്ലിമാനി, യദ്ലിമൂന. നിങ്ങൾ കണ്ടോ? യദ്ലിമു, ളലമ എന്നതിന്റെ മുദാരിയാണ് യദ്ലിമു. അതിങ്ങനെ ഒന്നിങ്ങനെ നീട്ടി, ഒരാൾ അക്രമം ചെയ്തു, യദ്ലിമാനി, രണ്ടുപേർ അക്രമം ചെയ്തു, യദ്ലിമൂന, അവരെല്ലാവരും. അപ്പൊ യദ്ലിമൂന എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തവർ. അലല്ലദീന, ഒരു കൂട്ടരുടെ മേലാണ്. യദ്ലിമൂന, അവർ അക്രമം ചെയ്തിട്ടുണ്ട്. ആരോട്? അന്നാസ, ജനങ്ങളോട്. ജനങ്ങളോട് അക്രമം ചെയ്തവരുടെ മേൽ കുറ്റം ചുമത്തണം. പിന്നെയോ യബ്ഗൂന ഫിൽ അർളി വയബ്ഗൂന, ബഗാ യബ്ഗി എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു എന്നാണ് അർത്ഥം. യബ്ഗൂന എന്ന് പറഞ്ഞാൽ അവർ അക്രമം ചെയ്തു. എവിടെ? ഫിൽ അർളി, ഭൂമിയിൽ അക്രമം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിൽ അതിക്രമം കാണിക്കുകയും ചെയ്തു. എങ്ങനെ? ബിഗൈരിൽ ഹഖ്, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ. നേരത്തെ പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ അത് ന്യായമാണ്. എന്നാൽ ഒരു ന്യായവും കൂടാതെ ഭൂമിയിൽ അക്രമം കാണിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത, ജനങ്ങളോട് അനീതി കാണിക്കുകയും ചെയ്ത ആളുകളോട് പ്രതികാര നടപടി സ്വീകരിക്കണം. അവർ ആക്ഷേപിതരാണ്, ആക്ഷേപത്തിന് അർഹരാണ്. അവർക്കെതിരെ അവരാകുന്നു യഥാർത്ഥത്തിലുള്ള കുറ്റക്കാർ. പിന്നെയോ ഉലായിക്ക, അള്ളാഹ് പറയാണ്, ഉലായിക്ക, അക്കൂട്ടർ കൊണ്ട് എന്തുണ്ട്? അദാബുൻ, അദാബ് എന്ന് പറഞ്ഞ ശിക്ഷ. അലീമുൻ എന്ന് പറഞ്ഞ വേദനയേറിയ. അവിടെ ആ എന്നത് ഐനായി പോകാൻ പാടില്ല ഒരിക്കലും. അലീമുൻ എന്ന എല്ലാം അറിയുന്നവൻ എന്നാണ്. അലീമുൻ എന്ന വേദനയേറിയത്. അലീമായി ഐനായി പോകാൻ പാടില്ല. ഹംസയാണ്. അലീമുൻ, വേദനയേറിയത്. അപ്പം എന്താണ് മൊത്തത്തിൽ അതിന്റെ അർത്ഥം? ഇന്നമസ്സബീൽ, നിശ്ചയമായും കുറ്റം ചുമത്താൻ വഴിയുള്ളത്, മാർഗമുള്ളത്, അലല്ലദീന, ഒരു കൂട്ടരുടെ മേലാകുന്നു. യദ്ലിമൂനന്നാസ, അവർ ജനങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്, ജനങ്ങളോട് അനീതി കാണിച്ചിട്ടുണ്ട്. വയബ്ഗൂന, അവർ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിൽ അർളി, ഭൂമിയിൽ. ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ, ഹക്കില്ലാതെ. ഗൈറ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ്. ബിഗൈരിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഒരു അവകാശവും കൂടാതെ, ഒരു ന്യായവുമില്ലാതെ അക്രമം കാണിച്ചിട്ടുണ്ട്. ഉലായിക, അക്കൂട്ടർ തന്നെയാകുന്നു, അക്കൂട്ടർക്കുണ്ട്, ലഹും, അവർക്കുണ്ട്, അദാബുൻ, ശിക്ഷയുണ്ട്. എങ്ങനത്തെ ശിക്ഷ? അലീമുൻ, വേദനയേറിയ. ഇനി മൊത്തത്തിൽ അർത്ഥം നോക്കൂ. ജനങ്ങളോട് അനീതി കാണിക്കുകയും ന്യായമില്ലാതെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരെ മാത്രമേ കുറ്റം ചുമത്താൻ മാർഗമുള്ളൂ. അത്തരക്കാർക്ക് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷയുള്ളത്. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇനി അടുത്ത ആയത്ത് 43-ാമത്തെ ആയത്ത് കൂടി അർത്ഥം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിലുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോകാം. 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വല്ലവരും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു. എങ്ങനെ? വല്ലവനും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന
കാര്യങ്ങളിൽ പെട്ടത് തന്നെയാകുന്നു. വാക്കർത്ഥത്തിലേക്ക് പോകാം. വലമൻ സ്വബറ, ആരെങ്കിലും ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടേ. വലമൻ സ്വബറ, ആരെങ്കിലും ക്ഷമിച്ചാൽ, വ ഗഫറ, സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു, ഗഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു. അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു പൊറുക്കുന്നവനാണ്, നമുക്കറിയാം. വ ഗഫറ, ആരെങ്കിലും പൊറുക്കുകയും ചെയ്താൽ, ഇന്ന ദാലിക, നിശ്ചയമായും അത്, അസ്മുൻ, ദൃഢമുള്ളതാകുന്നു, അൽ ഉമൂർ, കാര്യം, ദൃഢമുള്ള കാര്യങ്ങളിൽ പെട്ടതാകുന്നു, ദൃഢനിശ്ചയമുള്ള കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഒന്നുകൂടെ നോക്കൂ ആയത്തിന്റെ അർത്ഥം. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സ്വബറ, ആരെങ്കിലും ക്ഷമിക്കുകയാണ് എങ്കിൽ, വഗഫറ, പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, നിശ്ചയമായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടത് തന്നെയാകുന്നു. എന്ന് പറഞ്ഞാല്, ഒരക്രമം ചെയ്തിട്ട്, ഒരാളോട് അക്രമം ചെയ്തിട്ട് അവന് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിളായ കാര്യമല്ല. നല്ല മനസ്സിന് ഉറപ്പുള്ള, നല്ല നമ്മൾ ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞില്ലേ, ഉലുൽ അസ്മുകൾ പ്രവാചകന്മാരിൽ പ്രധാനികളായ ആളുകൾക്ക് നമ്മൾ ഉലുൽ അസ്മുകൾ, അസ്മ് കണ്ടോ, അത് തന്നെയാണ്. എല്ലാം സഹിക്കുന്ന സഹനശേഷിയുള്ള ആളുകൾ എന്നർത്ഥത്തിലാണ് എന്ത് ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞ, മാനസികമായ ദൃഢതയുള്ളവർ എന്നർത്ഥത്തിൽ. അപ്പം നല്ല ദൃഢബോധ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാകുന്നു. അതായത് മനസ്സിന് അത്രയും നല്ല ഉറപ്പുള്ള ആളുകൾക്ക്, ഈമാനികമായ ഉറപ്പുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് അള്ളാഹു പറയുന്നത്. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, ആരെങ്കിലും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ശരി, ഇനി ഈ രണ്ട് ആയത്തുകളുടെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമതായി നമ്മൾ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ശരിക്ക് കുറ്റം ചുമത്തപ്പെടേണ്ടുന്നവർ ആരാണ്? യഥാർത്ഥത്തിൽ അവര് ജനങ്ങളോട് അന്യായം പ്രവർത്തിക്കുന്നവരാണ് എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ അന്യായമായി ഭൂമിയിൽ അക്രമം കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ ആക്ഷേപത്തിന് വിധേയരാവുകയും അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയും, പരലോക ശിക്ഷയ്ക്കു പുറമെ ദുനിയാവിൽ ജനങ്ങളാൽ, നേതൃത്വത്താൽ, ഭരണാധികാരികളാൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, അതേപോലെ തന്നെ ആക്രമിക്കപ്പെട്ടവനാൽ പ്രതികാരം ചെയ്യപ്പെടേണ്ടവനാണ് എന്നൊക്കെയും എന്ത് ചെയ്തു? അള്ളാഹു ഈ ആയത്തിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഒരിക്കലും ചെറുതോ വലുതോ ആയ അക്രമത്തിലേക്ക് പോകാൻ പാടില്ല. അക്രമം എന്ന് പറഞ്ഞാൽ പീഡിത്ത് തീയിടുകയും ബസ്സിന് കല്ലെറിയുകയും അതേപോലെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യുകയും ആളുകളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്നു മാത്രമല്ല. അക്രമം എന്ന് പറഞ്ഞാൽ എന്നാൽ എന്താണ്? അവകാശങ്ങൾ ഹനിക്കലും പരിധികൾ ലംഘിക്കലുമാകുന്നു. അവകാശങ്ങൾ, ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ അവരവർക്ക് നാം വകവെച്ചു കൊടുക്കണം. അയൽവാസിക്ക് അയൽവാസിയുടെ അവകാശമുണ്ട്, ഭാര്യക്ക് ഭാര്യയുടെ അവകാശമുണ്ട്, ഭർത്താവിന് ഭർത്താവിന്റെ അവകാശമുണ്ട്, മക്കൾക്ക് മക്കളുടെ അവകാശമുണ്ട്, കൂട്ടുകാരന് കൂട്ടുകാരന്റെ അവകാശമുണ്ട്, മുതലാളിക്ക് മുതലാളിയുടെയും തൊഴിലാളിക്ക് തൊഴിലാളിയുടെയും, അധ്യാപകൻ അധ്യാപകന്റെയും, വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിനിയുടെയും, മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊന്നും ഹനിക്കാൻ പാടില്ല. അതുമാത്രമല്ല, പ്രകൃതിക്ക് അതിൻ്റെതായ അവകാശങ്ങളുണ്ട്, മൃഗങ്ങൾക്ക് അവരുടേതായ അവകാശമുണ്ട്, പക്ഷികൾക്ക് അവരുടേതായ അവകാശമുണ്ട്. ഇവയൊന്നും
പച്ചക്കരളുള്ള ഒന്നിനോടും നിങ്ങൾ അനീതി കാണിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രവാചകനില്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ അവകാശങ്ങൾ ഹനിക്കുക എന്ന് പറഞ്ഞാൽ. അത് ചെറുതാകാം വലുതാകാം, ഏതായിരുന്നാലും ഓരോരുത്തർക്കും ഓരോരോ വസ്തുവിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവകാശങ്ങൾ അത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ കൊടുക്കണം. കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് ഹനിക്കാൻ, അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല. കൊടുക്കാതിരിക്കലും ഹനിക്കുന്നതും എന്തു തന്നെയാണ്? കുറ്റകരം തന്നെയാണ്. രണ്ടാമത്തത്, ഓരോന്നിനും അതിൻ്റെതായ ബോർഡറുകളുണ്ട്. ഓരോരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ബോർഡറുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ബോർഡർ നിശ്ചയിച്ചത് മനുഷ്യരല്ല, യഥാർത്ഥത്തിൽ അള്ളാഹു ആകുന്നു. അള്ളാഹു നിശ്ചയിച്ച ഓരോരോ ബോർഡറുകളും അത് ലംഘിക്കാൻ പാടില്ല. അതും അക്രമം തന്നെയാകുന്നു. അപ്പം അക്രമം എന്നാൽ അവകാശങ്ങൾ ഹനിക്കലും പരിധികൾ ലംഘിക്കലുമാകുന്നു. അത് അള്ളാഹുവിനോടും അടിമകളോടും പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരിക്കൽ ഹജ്ജത്തുൽ വദാഇൽ, നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു ഖുതുബയാണ്, പ്രഭാഷണമാണ്, പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഹജ്ജത്തുൽ വദാഇലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത് ലോകത്തിന്. എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഖുതുബത്തി യൗമിൻ നഹ്രി ബിമിനാ ഫീ ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാളക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ അലാ ഹൽ ബല്ലഗ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. വലിയൊരു ഹദീസാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തുദ്ധരിച്ച 3 കാര്യങ്ങളും ഉപമിച്ച 3 കാര്യങ്ങളും ഒന്ന് എടുത്തു നോക്കൂ. ഒന്ന്, ഒരു മനുഷ്യന്റെ, ഒരു സഹോദരന്റെ രക്തം, ഒരു സഹോദരന്റെ ധനം, ഒരു സഹോദരന്റെ അഭിമാനം. രക്തവും ധനവും അഭിമാനവും, അതിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചത്, ഒന്ന് ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ പവിത്രമാണ് എന്നതാണ്. നിങ്ങളുടെ മേൽ പവിത്രമാണ്. ആ പവിത്രതയുടെ സിംബലൈസേഷൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയത്, ഒന്ന് യൗമുൻ നഹറിനെ, അന്നത്തെ ദിവസം, ആ ദിവസത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ തന്നെ ആ മാസത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ തന്നെ മക്കയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഫീ ബലദിക്കും ഹാദാ, അത്രയും പവിത്രമാണ്. അപ്പം അള്ളാഹു പവിത്രമാക്കിയ ഒന്നും ഹനിക്കാൻ പാടില്ല എന്നർത്ഥം. ഇതാണ് ഒരു കാര്യം. ഇത് ഹനിക്കൽ എന്താണ്? യഥാർത്ഥത്തിൽ അക്രമമാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് എന്താണ്? പരിധികൾ ലംഘിക്കാൻ പാടില്ല എന്നതാണ്. അക്രമത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ രണ്ടാമതായി പറഞ്ഞത് പരിധികൾ ലംഘിക്കരുത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഈ വിഷയം കാണാൻ പറ്റും. ഇത് ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് ബഖറയിലെ 229 ആയത്തിൽ പറഞ്ഞ വലിയൊരു ആയത്തിന്റെ അവസാന ഭാഗം അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട്, തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅ്തദൂഹാ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുദ് ളാലിമൂൻ. ഇത് ആമായ ഒരു പ്രയോഗമാണ്. മുകളിൽ പറഞ്ഞ ഒരു പ്രത്യേകമായ അള്ളാഹുവിന്റെ വിധികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വിധികളെല്ലാം, ഓരോരോ നിയമങ്ങൾ, ഓരോരോ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ പരിധികളാകുന്നു, നിയമപരിധികളാകുന്നു. ഫലാ തഅ്തദൂഹാ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ലംഘിക്കാൻ പാടില്ല. പരിധികൾ ലംഘിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞു, വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ പരിധികളെ, അള്ളാഹു നിശ്ചയിച്ച നിശ്ചയങ്ങളെ ആരെങ്കിലും ലംഘിച്ചാൽ ഫഉലൈക ഹുമുദ് ളാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമകാരികൾ. നമ്മൾ എന്താ പഠിക്കുന്നത്? ഇന്നമസ്സബീലു അലല്ലദീന
അപ്പൊ അക്രമികളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അവരെത്തരത്തിൽ ആക്ഷേപിക്കുന്നു. അക്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹു വേറെ ആയത്തുകളിലൂടെ നമ്മളെ വിശദീകരിച്ചു തരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന ഒരു മേഖലയിലും ചെറുതോ വലുതോ ആയ അക്രമങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരെങ്കിലും ക്ഷമിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതാകുന്നു ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടത് തന്നെയാകുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മൾ വലിയ ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുത്തിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരാള് ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ആ കേട്ടു നിന്ന സമയത്ത് പ്രവാചകൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയപ്പോൾ വേഗം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എന്നെ അദ്ദേഹം ചീത്ത പറഞ്ഞപ്പോ ഞാനത് കേട്ടിങ്ങനെ നിന്ന സമയത്ത് ഒന്നും പ്രതികരിക്കാതിരുന്നപ്പോ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോടൊപ്പം നിന്നിരുന്നു. ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് പോയത് എന്താണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ മൗനമായിരുന്ന സമയത്ത് മലക്കുകൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ നീ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ പിശാച് ഹാജറായി. ഫലം അകുൻ ലിഅഖുദ മഅശ്ശൈത്താൻ, ശൈത്താനോടൊപ്പം അവിടെ ഇരിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല, അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോയി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സലാസുൻ കുല്ലുഹുന്ന ഹഖ്ഖുൻ. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഹദീസിന്റെ ബാക്കിയാണ്. എന്താണ്? സലാസുൻ കുല്ലുഹുന്ന ഹഖ്ഖുൻ, 3 കാര്യങ്ങൾ തീർത്തും പരമാർത്ഥമാണ്. മാ മിൻ അബ്ദിൻ ളുലിമ ബിമഗ്ലിമത്തിൻ ഫയുഗ്ലി അൻഹാ ലില്ലാഹ് ഇല്ലാ അഅസ്സഹുല്ലാഹു ബിഹാ നസ്റഹു. എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും ഒരക്രമി ആക്രമിച്ചിട്ട് ആ അക്രമത്തിന് നേരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ കണ്ണടച്ചാൽ, നമ്മുടെ വിഷയം എന്താണ്? വലമൻ സ്വബറ വഗഫറ, ക്ഷമിക്കുകയും പൊറുക്കുകയും ആരെങ്കിലും ചെയ്താൽ, മുമ്പുള്ള ആയത്തിലും നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും നല്ല കാര്യമാണ്, പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. മനസ്സിന് നല്ല ഉറപ്പുള്ളവർക്ക് അത് നടക്കുമെന്നൊക്കെ അള്ളാഹു പ്രത്യേകം പ്രശംസിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അള്ളാഹു അവന് പ്രതാപം നൽകും. അത് മാത്രമല്ല, അവന് അള്ളാഹു സഹായം നൽകുകയും ചെയ്യും. അപ്പൊ അക്രമിക്ക് മാപ്പ് നൽകുന്നവൻ അള്ളാഹു കൊടുക്കുന്നത് പ്രതാപം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായം അവന് ആ ആൾക്ക് നേരെ ആയിക്കൊള്ളണമെന്നില്ല, അള്ളാഹു വേറെ സ്ഥലത്ത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും അള്ളാഹു പ്രതാപം നൽകും, അള്ളാഹു സഹായിക്കും, അള്ളാഹു പദവി ഉയർത്തുന്നൊക്കെ പറഞ്ഞാൽ ഈ അക്രമിയുടെ മുമ്പിലാണ് എന്ന് വിചാരിക്കും നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്താണെന്ന് വിചാരിക്കും. അങ്ങനൊന്നും ആയിരിക്കില്ല.
അള്ളാഹു പ്രതിഫലം നൽകുന്നത് തന്റെ അടിമക്ക് ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉദാത്തമായ സമയം എപ്പോഴാണോ ആ സമയത്തായിരിക്കും അള്ളാഹുവിന്റെ കരുണ ആ അടിമക്ക് നേരെ ചൊരിഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്കത് വേണ്ടതും. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾക്ക് അങ്ങനെയുള്ള സമയത്ത് കിട്ടണം എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഒരാൾക്ക് പുറത്തെടുത്ത അന്നപ്പം തന്നെ അദ്ദേഹത്തിന് മുമ്പിലുള്ള പ്രതാപം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അക്രമിയുടെ മുമ്പിൽ നമ്മൾ നല്ല ആളാവുകയോ ചെയ്യും. വീണ്ടും ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും വീണ്ടും അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അല്ല, അങ്ങനെയല്ല. പ്രതാപം വർദ്ധിപ്പിക്കുക, സഹായം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് അള്ളാഹു നിശ്ചയിച്ചൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് അള്ളാഹു അത് നൽകും. എന്നിട്ട് വീണ്ടും പറഞ്ഞു, രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, വമാ ഫതഹ റജുലുൻ ബാബ അതിയത്തിൻ യുരീദു ബിഹാ സില ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസ്റ. ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് ഒരു ബന്ധം ചാർത്തുവാൻ വേണ്ടി ആരെങ്കിലും ദാനത്തിന്റെ വാതിൽ തുറന്നാൽ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസ്റ, അള്ളാഹു അവന് ധനത്തിൽ എന്ത് ചെയ്യും? വർധനവ് നൽകും. അപ്പം ദാനധർമ്മം, മറ്റൊരു ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരാൾ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രതാപം, ഇസ്സത്ത് വർദ്ധിപ്പിക്കും. ദാനധർമ്മം എന്ത് ചെയ്യുകയില്ല? ധനത്തിന് കുറവ് വരുത്തുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റൊരു രൂപമാണ് ഇത്. മൂന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വമാ ഫതഹ റജുലുൻ ബാബ മസ്അലത്തിൻ യുരീദു ബിഹാ കസ്റ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഖില്ല. നേരത്തെ പറഞ്ഞു, ആരെങ്കിലും തന്റെ ധനത്തിൽ നിന്ന് ചെലവഴിച്ചാൽ അവൻ അള്ളാഹു വർധനവ് നൽകും. എന്നാൽ മൂന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും വർധനവ് ആഗ്രഹിച്ചുകൊണ്ട് യാചന നടത്തിയാൽ, അർഹമല്ലാത്തതാണത്, അത് അന്യായമാണത്. വർധനവ് ആഗ്രഹിച്ചുകൊണ്ട് യാചന നടത്തിയാൽ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഖില്ല, അള്ളാഹു അവന്റെ ഖില്ലത്ത്, കുറവ് വർദ്ധിപ്പിക്കും, ദാരിദ്ര്യം വർദ്ധിപ്പിക്കും എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, മാപ്പ് നൽകുന്ന ആളുകളോടൊപ്പം അള്ളാഹു എപ്പോഴും ഉണ്ടാകും എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാള് വന്നു. അദ്ദേഹം തന്റെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉപദേശമായി നമുക്ക് കാണാം, ഒരാള് നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ് എങ്കിൽ നീ അവനോട് പറയണം, എന്തെങ്കിലും ഒരാൾ ആക്രമിച്ചു, ഇത് ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ നിങ്ങളുടെ അരികിൽ ഒരാൾ വന്നു പറയുകയാണെങ്കിൽ, പരാതി പറയുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? യാ അഖീ അഫു അൻ, ഏ സഹോദര, നീ അവന് മാപ്പ് കൊടുത്തേക്ക് എന്ന് നീ പറയണം. കാരണം എന്താണ്? ഫഇന്നൽ അഫ്വ അഖറബു ലിത്തഖ്വ, വിട്ടുവീഴ്ച എന്നത് തഖ്വയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ്. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് മുത്തഖിയാകണമെന്നാണെങ്കിൽ തഖ്വയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് എന്താണ്? അത് അഫുവാകുന്നു. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ഫഇന്നഹു മൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും വിട്ടുവീഴ്ച നൽകുകയും കാര്യങ്ങൾ നന്നാക്കുകയും ചെയ്താൽ അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വസാഹിബുൽ അഫ്വി യനാമു അലാ ഫിറാശിഹി ബില്ലൈൽ, വിട്ടുവീഴ്ച നൽകുന്നവൻ, ഒരാൾ അക്രമം ചെയ്തിട്ട് അതിന് വിട്ടുവീഴ്ച നൽകുന്നവന് സ്വസ്ഥമായിട്ട് രാത്രി അവന്റെ വിരിപ്പിൽ കിടന്നുറങ്ങാം. വസാഹിബുൽ ഇൻതിസാരി യുഖല്ലിബുൽ ഉമൂർ, എന്നാൽ പ്രതികാര നടപടി, രക്ഷാ നടപടി സ്വീകരിക്കുന്നവൻ, പ്രതികാര നടപടി, അവന്റെ മനസ്സെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുമെന്ന് ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മള് ഈ സൂറത്ത് ശൂറയില് നമ്മൾ പഠിച്ച അവസാനത്തെ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ച 40, 38, 39, 40, 41, 42 വചനങ്ങളിൽ പഠിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ക്ഷമിക്കുക എന്നത് തന്നെയാണ്. രണ്ട് തരത്തിലാണ് ഈ ആയത്ത് അള്ളാഹു കൊണ്ടുവന്നത്. പ്രതികാര നടപടികൾ സ്വീകരിച്ചോളൂ, അതിന് അനുവാദമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞ
3-4 കാര്യങ്ങളെ നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. ഒന്ന്, ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. 40-ാമത്തെ ആയത്തിലാണ് അത് പറഞ്ഞത്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ എന്ന് പറഞ്ഞിട്ട് 40-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ആരെങ്കിലും വിട്ടുവീഴ്ച നൽകുകയും വ അസ്ലഹ നന്നാക്കി തീർക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്. രണ്ടാമതായി 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, 42-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലമൻ സ്വബറ വഗഫറ. പൊറുക്കുകയും ക്ഷമിക്കുകയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്യുന്നവൻ ഇന്നദാലിക ലമിൻ അസ്മിൽ ഉമൂർ. അത് നല്ല മനക്കരുത്തുള്ള ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. ഈ 2 ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ഒന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ക്ഷമിക്കണം. ക്ഷമ എന്നത് മഹത്തായ ഒരു ആളുകൾ എന്ത് ചെയ്യുമ്പോഴും അതിന് എപ്പോഴും ക്ഷമ ശീലിക്കുക എന്നുള്ളതാണ്. ഇത് ആരെന്ത് ചെയ്താലും അവരോടൊക്കെ ക്ഷമിക്കുക എന്നൊന്നല്ല അതിന്റെ അർത്ഥം. നമുക്കറിയാം എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്, ഏതിനൊക്കെ ക്ഷമ അനിവാര്യമാണ് എന്നതൊക്കെ നമുക്കറിയാം. അറിയാനിട്ടും പലപ്പോഴും നമ്മൾ തെറ്റായി പ്രയോഗിക്കുന്നതാണ് ക്ഷമിക്കാതെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അവിടെ ഈ ആയത്തുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ക്ഷമിക്കുക എന്നതാണ്. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള നമുക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുമ്പോഴും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോടും പൊറുക്കുക. ക്ഷമിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ, ക്ഷമശീലമാക്കിയ ആളുകൾക്ക് മാത്രമേ പൊറുക്കാൻ കഴിയൂ. ക്ഷമയില്ലാത്തവന്, ക്ഷമശീലമാക്കാത്തവന്, അതിന് മനസ്സിനെ പാകപ്പെടുത്താത്തവന് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അപ്പം ആദ്യം ക്ഷമിക്കാൻ ശീലിച്ചാൽ എല്ലാം പൊറുക്കാൻ നമുക്ക് കഴിയും എന്നതാണ്. ഈ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്താൽ മറ്റൊരു കാര്യം പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? അതിനെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് നമ്മൾ ക്ഷമിക്കും, അവന് പുറത്തും കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അത് മറ്റൊരാളോട് പറയും, ഇവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യം അവന് ചെയ്തു, പക്ഷെ ഞാൻ ക്ഷമിച്ച്, ഞാനൊന്നും പറഞ്ഞതൊന്നുമില്ല, ഞാനവന് പുറത്തു കൊടുത്തേച്ചു എന്ന് ഇത് നേരെ മറ്റൊരാളോട് ഷെയർ ചെയ്യും. അപ്പൊ എന്താ ഉണ്ടായത്? ഒരു തെറ്റിനെ അവന് മറച്ചു വെക്കാൻ പറ്റിയില്ല. അള്ളാഹു എന്ത് ചെയ്തു? പരലോകത്ത് അള്ളാഹുവിന്റെ ഒരു ഗുണമായി, അള്ളാഹുവിന്റെ കാരുണ്യമായി പറഞ്ഞത് എന്താണ്? എന്റെ അടിമ തെറ്റ് ചെയ്തപ്പോ ആ തെറ്റിനെ ഞാൻ മറച്ചു വെച്ചു. അള്ളാഹു മറച്ചു വെച്ചു, അല്ലെ? ഇവിടെ എന്താണ് നമ്മൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം, നമ്മൾ ആളുകളോടൊക്കെ പൊറുക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ സഹോദരൻ ചെയ്ത തെറ്റിനെ അല്ലെങ്കിൽ ഒരു ന്യൂനതയെ മറ്റൊരു ആളിലേക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഞാൻ എന്നിട്ട് പുറത്തു കൊടുത്തോന്, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അപ്പം മറച്ചു വെക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല. ആ തെറ്റിനെ, തന്റെ സഹോദരൻ ചെയ്ത തെറ്റിനെ നമ്മൾ ക്ഷമിച്ചതോടൊപ്പം അവന് പുറത്തു കൊടുത്തതോടൊപ്പം അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ നമുക്ക് കഴിയണം. 4-മത്തെ ഒരു ഗുണം എന്താണെന്നറിയോ? ക്ഷമിച്ചു, പുറത്തു കൊടുത്തു, മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചു, പക്ഷെ മനസ്സിലാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഇടക്കിടക്ക് ഇങ്ങനെ തികട്ടി വരും. അത് എപ്പോഴും ഇങ്ങനെ തികട്ടി വരും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തന്നെ വരും. അവൻ ഇങ്ങോട്ട് അന്ന് അങ്ങനെ പറഞ്ഞാന്നില്ലേ, അല്ലെങ്കിൽ ഇവൾ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്താന്നില്ലേ. അത് മനസ്സിന്ന് മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്, പുറത്തു കൊടുത്തിട്ടുണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട്. അതും നീക്കിക്കളയുക, അല്ലെ? വമൻ അഫാ. അഫാ എന്ന് പറഞ്ഞാൽ എന്താ? അഫു എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഉണ്ടാവാതെ തുടച്ച് നീക്കുക എന്നർത്ഥം. ശരിക്കും അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലാഹുവേ തെറ്റിനെ മായ്ച്ചു കളയുന്ന ഒരു കാര്യം ബോർഡിൽ എഴുതിയിട്ട് അത് മായ്ച്ചു കളഞ്ഞാൽ പിന്നെ എഴുതിയ സാധനം അവിടെ ഉണ്ടാവില്ല. അതേപോലെ മനസ്സിൽ എന്തെങ്കിലും ഒരാള് നമുക്ക് ഇഷ്ടമല്ലാത്തത് ഒരാൾ ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഒരു കറുത്ത ഡോട്ടടോ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഡോട്ട് വന്നതോടുകൂടി അതിങ്ങനെ കിടക്കും, അവിടെ തെളിഞ്ഞ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും. ആ തെളിഞ്ഞു കിടക്കുന്ന ആ കറുത്ത പുള്ളിയെ നമ്മൾ തന്നെ മായ്ച്ചു കളയുക, അത് വലിയൊരു യോഗ്യതയാണ്. പിന്നെ അത് മനസ്സിലുണ്ടാവില്ല. അങ്ങനെ എന്ന് മായ്ച്ചു കളയാൻ നമുക്ക് കഴിയുന്നുവോ അന്ന് മാത്രമേ അവരോടുള്ള ഏറ്റവും നല്ല ബന്ധം നമുക്ക് ചാർത്താൻ കഴിയും. ഒരാള് നമുക്കിഷ്ടല്ലാത്തത് ചെയ്ത്
ആ ചെയ്ത കാര്യത്തിന് നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയൊക്കെ ചെയ്തതിന് ശേഷവും നമ്മുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ, അവളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. ഫമൻ അഫാ വ അസ്ലഹ, സുൽഹ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കി തീർക്കുക, ആ ബന്ധം നന്നാക്കി തീർക്കാനും നമുക്ക് കഴിയണം. ഇത് കോമൺ ആയി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എന്നാൽ അക്രമം ചെയ്ത ആള് നമ്മളെടുത്ത് വന്നിട്ട് നമ്മളോട് മാപ്പ് പറയാത്തിടത്തോളം കാലം ആ അക്രമിയുടെ ശിക്ഷ അവന്റെ അടുക്കൽ തന്നെയാണ്. അലീം എന്ന് അള്ളാഹു പറഞ്ഞില്ലേ, അക്രമിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വേദനയേറിയ ശിക്ഷയുണ്ട്. എന്നാൽ അക്രമിയായ മനുഷ്യൻ നമ്മളോട് തെറ്റേറ്റു പറഞ്ഞ് പൊറുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളാണ് ഇതൊക്കെ. അത് പിന്നെ ഈ ഒരു പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയണം. ഇത് പറയാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ്, കേൾക്കാൻ നിങ്ങൾക്കും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഒന്നാമത്തതും രണ്ടാമത്തതും ഒക്കെ കുറച്ച് എളുപ്പമുള്ളതാണെങ്കിലും മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും ഒക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ അല്ലേ എന്ന് നമ്മൾ നോക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊന്നിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ മനസ്സിൽ മായാണ്ട് കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെന്തെങ്കിൽ ഇപ്പോഴും മായ്ച്ചു കളയാൻ കഴിയാത്തത്. പക്ഷെ പലരോടും നമ്മൾ പലരെ കുറിച്ചും നമ്മൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ പല കുത്തുകളും കിടക്കുന്നുണ്ടാവും. പക്ഷെ ഓലെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ മുഖത്ത് മാത്രമേ ആ ചിരി ഉണ്ടാവും, ഉള്ളിൽ എപ്പോഴും ആ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. മുമ്പ് സ്വർഗത്തിൽ കടന്നൊരു സഹാബിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിലൊന്നും വെക്കാതെ കിടന്നുറങ്ങുന്ന സഹാബിയായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ അന്വേഷിക്കാൻ പോയ സഹാബിയോട് അദ്ദേഹം പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പൊ ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ നല്ല കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഖുർആൻ ഭംഗിയായി പഠിച്ചത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു കരുണ ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി മുഹമ്മദിൻ വആലിഹി വസ്സഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.